എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ ജ്യോതിഷ വിധിപ്രകാരം ഒരു കാരണവശാലും പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളുണ്ട്. അവരൊരു കാരണവശാലും വിവാഹം കഴിക്കരുതെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ വിവാഹം കഴിച്ചാൽ അത് വൻ വിപത്ത് തന്നെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ നക്ഷത്രക്കാരിൽപ്പെട്ടതാണോ നിങ്ങൾ? അതുകൊണ്ടാണോ നിങ്ങളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്? ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഏതായാലും നമ്മളത് കഴിച്ചു പോയി, ഇനി എന്താണ് അതിനൊരു പരിഹാരം? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ആ സംശയങ്ങളെല്ലാം തീരുകയും അതിന് പരിഹാരം ചെയ്യാനും പറ്റും. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആണെന്നില്ല, നിങ്ങളുടെ അറിയുന്ന മറ്റാരെങ്കിലും ഇങ്ങനെയൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി ഞാൻ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ, ഈ ജ്യോതിഷപ്രകാരം വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ കഴിച്ചില്ലാതിരിക്കട്ടെ എന്തെങ്കിലും ദോഷമുണ്ടോ? എന്നാൽ ജ്യോതിഷപ്രകാരം വിവാഹം കഴിക്കാത്ത ആൾക്കാർ സന്തോഷപൂർവ്വം ജീവിക്കുന്നില്ലേ? ഇതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഉണ്ടാവാം. ഇതൊക്കെ ശരിയാണെന്നും വെക്കാം. എന്നാലും ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇന്നും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ജാതകം നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അപ്പം ജാതകം നോക്കി വിവാഹം കഴിക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം ആ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ജാതകം നോക്കാതെ വിവാഹം കഴിച്ചു, അതിൽ വിശ്വാസമില്ല എന്ന് ധരിച്ചുകൊണ്ട് തന്നെ അവർ വിവാഹം കഴിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നീട് പലതരത്തിലുള്ള ദോഷങ്ങളും അവരുടെ കുടുംബത്തിൽ കാണാം. ചില ആൾക്കാരുടെ കുടുംബത്തിൽ ഒരു ദോഷവും ഉണ്ടാകുന്നില്ല. ഇതെന്തായിരിക്കും എന്നറിയോ? എൻ്റെ അഭിപ്രായം, അവർ ചില ആൾക്കാരുടെ ജാതകങ്ങൾ വളരെ നല്ല ചേർച്ചയുള്ളതായിരിക്കും, പക്ഷെ അവർക്കത് അറിയില്ല, അവരതിൽ വിശ്വാസമില്ലാതെ കഴിച്ചു. പക്ഷെ അവർക്കെന്താണ്, അത് നല്ല ചേർച്ചയുള്ള ജാതകമായിരിക്കാം. എന്നാൽ മറ്റു ചിലരുടേത് ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേരുമ്പോൾ നിശ്ചിത കാലത്തിന് ശേഷം പലതരത്തിലുള്ള ദോഷങ്ങൾ ഉള്ളതായിട്ടും അല്ലെങ്കിൽ അത് ചേരുന്ന അവസരം മുതൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും കാണുന്നു. അവിടെ പ്രശ്നങ്ങൾ കാണുന്നുമുണ്ട്. അപൂർവം ചില ജാതകങ്ങൾ തമ്മിൽ അങ്ങനെ ചേരാത്തതുള്ളൂ കേട്ടോ. എല്ലാ ജാതകങ്ങൾ തമ്മിലൊന്നും അങ്ങനെ ഉണ്ടാകില്ല. എല്ലാ നക്ഷത്രങ്ങളും തമ്മിലും അങ്ങനെ ഇല്ല. അപൂർവം ചില നക്ഷത്രക്കാർ തമ്മിൽ ചേർച്ച കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിനി ജാതകം നോക്കാതെ വിവാഹം കഴിച്ചതുകൊണ്ട് വലിയ ദോഷമൊന്നും വരാനില്ല. അതിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ രണ്ട് ദോഷം. ഈ രണ്ട് ദോഷം മാത്രം ഗൗരവത്തിലെടുത്താൽ മതി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. മറ്റു പലരും പലതും പറയും, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ രണ്ട് ദോഷം എന്ന് പറയുന്നത്, ഒന്ന് മധ്യമരഞ്ജുവാണ്. ഈ മധ്യമരഞ്ജുവിലുള്ള നക്ഷത്രക്കാർ ഒരു കാരണവശാലും പരസ്പരം വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ നക്ഷത്രം ഏതാണെന്ന് ഞാൻ പറയാം. അതേപോലെ തന്നെയാണ് വേദദോഷമുള്ള നക്ഷത്രക്കാർ. ചില നക്ഷത്രത്തിന് വേറൊരു നക്ഷത്രം വേദദോഷം വരും. ആ ദോഷമുള്ള നക്ഷത്രത്തിനെ മാത്രം ബഹിഷ്കരിച്ചാൽ മതി, മറ്റെല്ലാ നക്ഷത്രങ്ങളും അവർക്ക് പറ്റും. അതല്ലാതെ മറ്റുള്ള ദോഷങ്ങളൊന്നും നമ്മൾ കാര്യഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അഭിപ്രായം. അപ്പോൾ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ മധ്യമരഞ്ജുവിലുള്ള നക്ഷത്രങ്ങൾ ആദ്യം പറയാം. ആ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രമാണോ, നിങ്ങളുടെ കുടുംബത്തിലുള്ള നക്ഷത്രമാണോ, അവർ പരസ്പരം വിവാഹം കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഞാൻ ലാസ്റ്റ് പറയും, അത് ശ്രദ്ധാപൂർവം കേൾക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ മധ്യമരഞ്ജുവിലുള്ള നക്ഷത്രക്കാർ പരസ്പരം വിവാഹം കഴിക്കുകയാണെങ്കിൽ അവിടെ രോഗങ്ങളും അതുപോലെ വിരഹ ദുഃഖങ്ങളും അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതിൽ പ്രധാനമാണ് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിന് നിരവധി നക്ഷത്രങ്ങളുണ്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഭരണി നക്ഷത്രത്തിലെ ആൾക്കാർ, അതേപോലെ തന്നെ മകീരം നക്ഷത്രത്തിലുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ പൂയം നക്ഷത്രത്തിലെയും പൂരം നക്ഷത്രത്തിലെയും ചിത്തിര നക്ഷത്രത്തിലെയും ആൾക്കാർ, കൂടാതെ അനിഴം എന്ന് പറയുന്നൊരു നക്ഷത്രം, അനിഴം കൂടാതെ പൂരാടമുണ്ട്, അവിട്ടമുണ്ട്, ഉത്രട്ടാതിയുണ്ട്.
ഇത്രയും നക്ഷത്രങ്ങൾ ഉള്ള ആൾക്കാർ പരസ്പരം വിവാഹം കഴിക്കാതിരിക്കുക. ഭരണിയും മകീരും തമ്മിൽ കഴിക്കാതിരിക്കുക, ഭരണിയും പൂയം തമ്മിൽ കഴിക്കാതിരിക്കുക. അതിൽ ആ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾ മാത്രം ഏകദേശം ഒരു 9ഓളം നക്ഷത്രങ്ങൾ. ഈ 9ഓളം നക്ഷത്രങ്ങൾ പരസ്പരം നമ്മൾ വിവാഹം കഴിക്കാതിരുന്നാൽ ഈ മധ്യമരഞ്ജു എന്നുള്ള ദോഷത്തിൽ നിന്ന് മുക്തരായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വേർപിരിയാൻ പോലും ഇടവരും. അറിയാതെ ആയിരിക്കും ചിലപ്പോൾ വിവാഹം നടന്നിട്ടുണ്ടാവുക. ഇതിന് പരിഹാരം ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ മധ്യമരഞ്ജു എന്ന് പറയുന്ന ആ ഒരു ദോഷം പ്രധാനമായിട്ട് നമ്മൾ എടുക്കുക. അത് നമ്മൾക്ക് തന്നെ മനസ്സിലായി. ഇപ്പോൾ ഇത്രയും നക്ഷത്രങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനിയോ ഇതല്ല പ്രധാനം. വേദദോഷമുള്ള നക്ഷത്രമുണ്ട്. അത് ഒരു നക്ഷത്രത്തിന് മറ്റൊരു നക്ഷത്രമായിരിക്കും ദോഷമായിട്ട് വരിക. ആ ദോഷമുള്ള നക്ഷത്രങ്ങൾ പരസ്പരം വിവാഹം കഴിക്കാതിരിക്കുക. അതിലേതാണ്? പ്രധാനമായിട്ടും അശ്വതി നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും. അശ്വതിയുടെ ആണാവട്ടെ അശ്വതി പെണ്ണാവട്ടെ, തൃക്കേട്ട ആണാവട്ടെ തൃക്കേട്ട പെണ്ണാവട്ടെ, ഇവർ 2 നക്ഷത്രക്കാർ ഒരു കാരണവശാലും വിവാഹം കഴിക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതോടൊപ്പം ഭരണി നക്ഷത്രവും അനിഴം നക്ഷത്രവും. ഈ ഭരണിയും അനിഴവും ഇത് ആണായാലും പെണ്ണായാലും പരസ്പരം അവർ വിവാഹം കഴിക്കരുതെന്നാണ് പറയുന്നത്. പിന്നെയോ കാർത്തിക നക്ഷത്രവും അതുപോലെ തന്നെ വിശാഖം നക്ഷത്രവും. ഈ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വിശാഖ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ പുരുഷന്മാരും ഒരു കാരണവശാലും ചേരാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെയോ രോഹിണി. രോഹിണിക്ക് ചേരാൻ പാടില്ലാത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. അതുപോലെ ചോതി നക്ഷത്രത്തിന് ചേരാൻ പാടില്ല എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. എന്നാൽ മകീരം നക്ഷത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് 2 നക്ഷത്രമാണ് വേദമായിട്ട് വരുന്നത്. ഒന്ന് ചിത്തിര നക്ഷത്രവും മറ്റൊന്ന് അവിട്ടം നക്ഷത്രവും. അപ്പോൾ മകീരം, ചിത്തിര, അവിട്ടം ഈ 3 നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഇനിയോ തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാരും തിരുവോണത്തിൻ്റെ ആൾക്കാരും, തിരുവാതിര നക്ഷത്രവും തിരുവോണ നക്ഷത്രവും ഇവർ പരസ്പരം വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്നർത്ഥം. ഇനി പുണർദം, ഉത്രാടം, അതോടൊപ്പം പൂയം, പൂരാടം. പുണർദം നക്ഷത്രവും ഉത്രാടം നക്ഷത്രവും പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ല. പൂയം നക്ഷത്രവും പൂരാടം നക്ഷത്രവും പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ല. ആയില്യം നക്ഷത്രവും മൂലം നക്ഷത്രവും പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ല. ഇതൊക്കെ തന്നെ എന്താണ്? വേദദോഷമുള്ള നക്ഷത്രമാണ് എന്നർത്ഥം. തീർന്നിട്ടില്ല കേട്ടോ. മകൻ നക്ഷത്രവും രേവതി നക്ഷത്രവും തമ്മിൽ ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ പൂരം, ഉത്രട്ടാതി, ഇത് ഞാൻ ഒരു വിഭാഗം മാത്രമല്ല, സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാം തന്നെ ഇവർ പരസ്പരം ചേരാൻ പാടില്ലാത്തതാണ്. ഇത് വേദദോഷം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഉത്രം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രവും, അതുപോലെ തന്നെ അത്തം നക്ഷത്രവും ചതയം നക്ഷത്രവും, ഈ നാളുകൾ തമ്മിലാണ് വേദദോഷമുള്ളത്. ഇവർ പരസ്പരം ഒരു കാരണവശാലും വിവാഹം കഴിക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വേർപാട്, വിരഹദുഃഖം ഇതൊക്കെ ഇവർ അനുഭവിക്കേണ്ടതായി വരും. ഒന്നിക്കൽ ഇതിലേതെങ്കിലും ഒരാൾ മാത്രം ബാക്കിയാവും, ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഇനി അതല്ല എങ്കിൽ ഇവർ തമ്മിലടിച്ച് പിരിഞ്ഞു പോകുന്ന പോലെ വരും. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ടാവും, വിട്ടുപോകും, വീണ്ടും ചേരും, വീണ്ടും വിട്ടുപോകും. അങ്ങനെ കലഹവും പ്രശ്നങ്ങളും സംശയവും കാര്യങ്ങളായിട്ട് അവരൊരു കാരണവശാലും ഒന്നിച്ചു പോകാത്തൊരവസ്ഥ വരും. എന്നാൽ ഇതിന് പരിഹാരമാർഗം ഉണ്ട് കേട്ടോ. എങ്ങനെയാണ്, എന്തിനാണ് പരിഹാരം? ചില ആൾക്കാർ അതിശക്തമായൊരു പ്രണയത്തിൽ അങ്ങ് പെട്ടുപോയി. ആ പ്രണയത്തിൽപ്പെട്ട് വേർപിരിയാൻ പറ്റാത്ത തലത്തിലേക്ക് അവർ വളർന്നു. ആ പ്രണയം
അങ്ങനെയാകുമ്പോൾ അച്ഛനും അമ്മയും ആരെതിർത്താലും അവർ വിവാഹം കഴിക്കും. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ അതിനെ തരണം ചെയ്തോളൂ എന്ന് അവർ ആ പ്രണയത്തിൻ്റെ തീവ്രതയിൽ അവരങ്ങ് പറയും. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ അവർക്കതിന് പരിഹാരം ചെയ്യാൻ പറ്റണം. വിവാഹം കഴിയുന്ന സമയത്ത് അവർക്ക് പരിഹാരം ചെയ്യാൻ അവർ മാനസികമായി തയ്യാറാവണം. ഇനി ഇതല്ല, ഇവർ വിവാഹം കഴിച്ചു, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാൾ വിവാഹം കഴിച്ചു എന്നിരിക്കട്ടെ. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്, ഈ പിന്നീടാണ് അറിയുന്നത്, അയ്യോ ഇങ്ങനെ ഒരു ദോഷമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിൽ പ്രശ്നമാണ്, ഇനി എന്താണ് ഒരു പരിഹാരം എന്നിങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഇതൊന്നും ആദ്യം അറിയില്ലായിരുന്നു. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴായിരിക്കും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഇതൊക്കെ എൻ്റെ കുടുംബത്തിലുണ്ടല്ലോ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ എന്താ വേണ്ടതെന്നറിയോ, നിങ്ങൾ ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ, ആ ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ ജന്മനാൾ വരുമല്ലോ, നിങ്ങളുടേതും അതുപോലെ തന്നെ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അവരുടെ ജന്മനാളിൽ ഒരു മൃത്യുഞ്ജയ ഹോമം കഴിക്കുക. പരമാവധി എല്ലാ മാസങ്ങളിലും കഴിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ നമ്മൾക്കൊരു സംശയം വരും, ജന്മനക്ഷത്രത്തിൻ്റെ അന്നാണ് ഇത് കഴിക്കേണ്ടത്. ചില മാസങ്ങളിൽ ജന്മനക്ഷത്രം 2 തവണ വരും. കാരണം 27 നക്ഷത്രമാണ് ഉള്ളത്. അപ്പോൾ 27 നക്ഷത്രത്തിൽ ബാക്കി പിന്നെ 3 ദിവസം വരുമ്പോൾ ചിലപ്പം ആദ്യത്തെ നക്ഷത്രം വീണ്ടും 2ാമത് വരുമല്ലോ. അപ്പോൾ ഏത് നക്ഷത്രം എടുക്കണം? അങ്ങനെ വരുവാണെങ്കിൽ ആ മാസത്തിൽ ഒരു നക്ഷത്രം 2 തവണ വരുന്നുണ്ടെങ്കിൽ 2ാമത് വരുന്ന ആ നക്ഷത്രത്തിൻ്റെ ദിവസമാണ് നമ്മൾ വഴിപാട് കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുഞ്ജയ ഹോമം നമ്മൾ കഴിക്കാം. ഇത് കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ തൊഴുക. കാരണം നമുക്ക് ഈ മൃത്യുഞ്ജയ ഹോമം നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാ മാസങ്ങളിലും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് ഇനി 2ഉം ചെയ്യാൻ പറ്റുമെങ്കിൽ 2ഉം നല്ലതാണ് കേട്ടോ. ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ശിവപാർവതിമാർ ഒന്നിച്ചുള്ള ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കുടുംബ ഐക്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ദേവനാണ് ശിവനും പാർവതിയും ഒന്നിച്ചുള്ളത്, ഉമാമഹേശ്വരന്മാരുടെ. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ദർശനം നടത്തുക. എപ്പോൾ പരമാവധി നമ്മൾ അവിടെ പോയി തൊഴുന്നത് നന്നായിരിക്കും എന്നർത്ഥം. ഇതും കൂടാതെ മറ്റു ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ക്ഷേത്രത്തിൽ പോകുന്ന ഇപ്പോൾ 2 കാര്യം പറഞ്ഞല്ലോ. ഇതിലൊന്ന് വെച്ചാൽ നവഗ്രഹ ക്ഷേത്രങ്ങൾ ഉണ്ടാവും. ഇനി ചില ക്ഷേത്രങ്ങളിൽ ഉപക്ഷേത്രമായിട്ടായിരിക്കും നവഗ്രഹ ക്ഷേത്രങ്ങൾ ഉണ്ടാവുക. അങ്ങനെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മൾ അവിടെ തൊഴുകയാണെങ്കിലും ഒരു പരിഹാരമായി എന്നർത്ഥം. ഇനി ഇതൊന്നുമല്ല, ക്ഷേത്രത്തിലൊന്നും പോകാൻ പറ്റാത്ത സ്ഥലം, ഇപ്പോൾ നമ്മൾ വിദേശത്താണ് അല്ലെങ്കിൽ മറ്റ് കേരളത്തിന് പുറത്താണ്, അതല്ല ക്ഷേത്രങ്ങളില്ലാത്തൊരു സ്ഥലമാണ്, എന്തു ചെയ്യും? അപ്പോൾ നമുക്ക് പറ്റുന്നത് വെച്ചാൽ, ഒന്ന് എല്ലാ ദിവസങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ എവിടെയായാലും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. കാരണം നമ്മുടെ ദുരിതങ്ങൾ കുറക്കാൻ ഏറ്റവും നല്ലതാണ് എന്നർത്ഥം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ താമസിക്കുന്നതല്ലേ. അപ്പോൾ ഈ ഭാര്യ ഒരു മാസം വീട്ടിൽ നിന്നും കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക, സ്വന്തം വീട്ടിൽ പോയി നിൽക്കുക. തൊട്ടടുത്ത മാസം ഭർത്താവ് കുറച്ച് ദിവസം മാറിയിരിക്കുക. ഇതെന്തിനാണെന്നറിയുമോ? ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിരഹമാണ്, വേർപാടാണ്. അപ്പോൾ അങ്ങനെ വേർപാടിൻ്റെ ദുഃഖം വരാതിരിക്കാൻ വേണ്ടി സ്വയം അറിഞ്ഞും കൊണ്ട് അവർ സന്തോഷപൂർവ്വം കുറച്ച് ദിവസം മാറി നിൽക്കുന്നത്, അതും നല്ലൊരു പരിഹാരമാണ്. എന്നാൽ ഇത്തരത്തിൽ വിവാഹം കഴിച്ചു, ഇതേ നക്ഷത്രക്കാർ തന്നെയാണ്, പക്ഷെ നമ്മൾക്കൊന്നൊരു ദോഷമില്ലല്ലോ എന്ന് ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാകാം. അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ, ചിലപ്പം അവർക്ക് നല്ലതായിട്ട് നല്ല ഉയർച്ചയ്ക്ക് ഉണ്ടാകുന്ന വെച്ചാൽ, ഒന്നിക്കിൽ ചിലപ്പോൾ ഭാര്യ നാട്ടിലും ഭർത്താവ് വിദേശത്തും ആയിരിക്കാം. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംഗമിക്കുവാനുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കാം. കാരണം വെച്ചാൽ അവർ രണ്ടാളും 2 തലത്തിൽ ജോലി ചെയ്ത് 2 സ്ഥലത്തായിട്ട് താമസിക്കുന്ന ആളാവാം. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ദോഷം ഉണ്ടാവണമെന്നില്ല. എന്നാൽ സ്ഥിരമായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന ഇത്തരം നക്ഷത്രക്കാർ തമ്മിലാണ് വളരെയേറെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവിടെ കലഹമുണ്ടാകാനും, ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനും, അതുപോലെ തന്നെ സംഘർഷം ഉണ്ടാകാനും, വേർവിട്ട് പിണങ്ങിയിട്ട് മാറിപ്പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വരാനും ഒക്കെ ഇടയാകുന്നത് ഇത്തരത്തിലാണ്. ചില അവസരങ്ങളിൽ ഇവരിൽ ഏതെങ്കിലും ഒരാൾ നഷ്ടപ്പെടാനും ഇടവരും. ഒന്നുകിൽ മരണപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവർ വേറൊരു ആളപ്പുറം ഇതിൽ നിന്ന് വ്യതിചലിച്ചും പോകാനും ഇടയുണ്ടാകും. കാരണം ഇത് തമ്മിൽ ചേരാതിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവർ വേറിട്ട് താമസിക്കുന്നതാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രണയത്തിൻ്റെ കാഠിന്യം കൊണ്ട് വിവാഹം കഴിച്ചു പോയി,
വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഈ സംഭവം അറിയുന്നതെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുക. പരമാവധി ആ മൃത്യുഞ്ജയ മന്ത്രം ഉണ്ടല്ലോ, ഓം ത്രയംബകം യജാമ്യഹം എന്നുള്ള ആ മന്ത്രം നമ്മൾ നിത്യേന ജപിക്കുക. അതും നല്ലൊരു പരിഹാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എടുത്ത് ചിന്തിക്കണം. മൃത്യുഞ്ജയ ഹോമം പൂജയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മൃത്യുഞ്ജയ ഹോമം നടത്തണം എന്നൊക്കെ. ഇതേപോലെ തന്നെയാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നമുക്ക് കഴിക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ പേരിൽ കൂടി കഴിക്കുന്നത് ഉത്തമമാണ്. കാരണം കുട്ടി കൂടി നമ്മുടെ കുടുംബാംഗമായതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ പേരിലും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഈ വിവാഹത്തിൻ്റെ സമയത്ത് നമ്മൾ എല്ലാവരും ജാതകം നോക്കുന്ന ആളായിരിക്കും പരമാവധി ആൾക്കാർ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇത് നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വിവാഹം കഴിക്കുന്ന അവസരത്തിൽ ജാതകം നോക്കാതെ വിവാഹം കഴിച്ചാലും ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട് ദോഷമില്ല? കാരണം ഈ വിവാഹത്തിൻ്റെ സമയത്ത് സ്ത്രീ പുരുഷന്മാർ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ തമ്മിൽ നല്ല മനപ്പൊരുത്തമുണ്ടോ എന്നുള്ളതാണ്. മനപ്പൊരുത്തമുണ്ടെങ്കിൽ 10ൽ 10 പൊരുത്തവും ഇല്ല എങ്കിൽ പോലും മനപ്പൊരുത്തമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ല മനപ്പൊരുത്തം ഉണ്ടാവണം. അതിനനുസരിച്ച് എന്ത് വേണം? പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഭാവം വേണം. ഈ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഭാവം കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ജാതകദോഷവും നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇനി 10ൽ 10 പൊരുത്തമുണ്ട്, മനപ്പൊരുത്തമില്ല, പരസ്പരം വിട്ടുവീഴ്ചയില്ല, ഒരു കാര്യമില്ല. അപ്പോൾ ഈ 10ൽ 10 പൊരുത്തം നോക്കുമ്പോൾ ഈ 2 പൊരുത്തം നമ്മൾ നോക്കണമെന്ന് പ്രധാനമായിട്ടും ഈ 2 പൊരുത്തം നോക്കിയാൽ മതിയെന്നും പ്രഗത്ഭരായ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. ഇതിൽ തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മധ്യമരഞ്ജുവും വേദദോഷവും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ദോഷങ്ങൾ പറയാറുണ്ട്. അവർ പറയുന്നത് എന്താണ്? പാപദോഷമാണ് അവർക്ക്. അതുപോലെ തന്നെ ശുദ്ധജാതകമുണ്ട്, പാപജാതകമുണ്ട്. ഇത് കൂടാതെ ഈ ശുദ്ധജാതകവും പാവജാതകവും തമ്മിലുള്ള ചേർച്ചക്കുറവുണ്ട്, പൊരുത്തക്കുറവുണ്ട്, പിന്നെ മുന്നാളാണ്, ഇതൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. മുന്നാളായാലും പാപജാതകമായാലും ശുദ്ധജാതകമായാലും ചേർച്ചക്കുറവും ഒന്നൊരു വിഷയമല്ല. നിങ്ങൾ പ്രധാനമായിട്ട് ഈ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇത് കുറച്ച് കടുപ്പമുള്ളതായതുകൊണ്ട് ജ്യോതിഷികൾ അത് സന്തോഷത്തോടുകൂടി അത് വളരെ കൃത്യമായിട്ട് പറയുന്നത് കൊണ്ടും, ജ്യോതിഷികൾ വളരെ കൃത്യമായിട്ട് ഇവിടെയാണ് പറയുന്നത്. പ്രഗത്ഭരായ ജ്യോതിഷന്മാർ ഇത് ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളതിനൊന്നും അത്ര വലിയ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അത് നമ്മുടെ നിത്യേനയുള്ള ജപവും പൂജയും ഈശ്വരാരാധനയും കൊണ്ട് നമുക്കതിനെല്ലാം മറികടക്കാൻ പറ്റും, ബാക്കി എല്ലാ ദോഷങ്ങളെയും. പക്ഷെ എന്ത് വേണം? നല്ല മനസ്സോടുകൂടി എൻ്റെ കുടുംബ ജീവിതം സന്തോഷകരമായി പോകണം. അതിന് ഞാനൊരു നിമിത്തമാകില്ല, ഞാൻ കാരണം എൻ്റെ കുടുംബത്തിൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പുരുഷനും അതേപോലെ തന്നെ സ്ത്രീയും ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പുരുഷനും, പുരുഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ സ്ത്രീയും പരസ്പരം സഹകരിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തമ്മിൽ പ്രശ്നമുണ്ടാക്കാതെ മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥയാണ് വിവാഹത്തിന് മുമ്പ് തന്നെ 2 പേരും തമ്മിൽ പ്രതിജ്ഞ എടുക്കേണ്ടത്. അങ്ങനെ പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒരു വിഷയവുമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ മധ്യമരഞ്ജുവായിട്ടുള്ള ആ നക്ഷത്രക്കാരും വേദദോഷമുള്ള നക്ഷത്രക്കാരും ഒന്ന് ശ്രദ്ധിക്കുക. ഏതായാലും നിങ്ങളുടെ കുടുംബത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, കല്യാണം കഴിച്ചു പോയി എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുക. പരമാവധി ഈശ്വരാരാധന ചെയ്യുക. വീട്ടിൽ പറ്റുമെങ്കിൽ എള്ളുതിരി കത്തിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് എള്ളെടുത്ത് ഒരു കിഴി കെട്ടി അത് എണ്ണയിൽ മുക്കിയിട്ട് അത് നമ്മളൊരു മൺചിരാത് പോലെയുള്ള പാത്രത്തിൽ വെച്ചിട്ട് അത് കത്തിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ ശനിയുടെ ഒരു പ്രതീകമായിട്ടാണ് എള്ളുതിരിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അതെല്ലാം ആ സർവേശ്വരൻ ക്ലിയറാക്കി തരട്ടെ. നല്ല മനസ്സോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ കുടുംബം സന്തോഷകരമാകാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.